എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമുത്തരാർത്ഥം അധ്യായം 55 ശ്ലോകം 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 14 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. ആ മായാവതി മന്മഥന്റെ ഭാര്യയായിട്ടുള്ള രതീദേവിയാണ്. അപ്പോൾ രതീദേവിയോട് ആ മായാവതിയോട് എല്ലാ കാര്യങ്ങളും നാരദ മഹർഷി പറഞ്ഞു. ഇത് ഈ കുഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നനാണ്, കാമദേവന്റെ അവതാരാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആ കുട്ടിയെ ശമ്പരാസുരനെ അറിയാതെ അങ്ങനെ വളർത്തുകയാണ് അവിടെ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. സാ ച കാമസ്യ വൈ പത്നി രതിർനാമയശസ്വിനി പത്യുർനിർദഗ്ധദേഹസ്യ ദേഹോൽപത്തിം പ്രതീക്ഷതി. ആ മായാവതി കാമദേവന്റെ ഭാര്യയായ രതീദേവിയാണ്. ശിവകോപാഗ്നിയിൽ ദഹിച്ചുപോയ അവരുടെ ഭർത്താവായ മന്മഥൻ രണ്ടാമതൊരു ശരീരം എടുത്തു വരുന്ന കാലം കാത്തുകൊണ്ടിരിക്കുന്ന പതിവ്രത. രണ്ടാമതൊരു ജന്മം എടുത്തു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. നിരൂപിത ശംബരേണ സാസൂപൗദന സാധനെ കാമദേവം ശിശും ബുദ്ധ്വാ ചക്രേ സ്നേഹം തദാർഭകേ. അവിടുത്തെ അടുക്കളക്കാരിയാണ്, ശമ്പരാസുരന്റെ അടുക്കളക്കാരിയാണ് മായാദേവി. ചോറ്, പരിപ്പ് മുതലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കാൻ ശമ്പരൻ നിയമിച്ച പാചകക്കാരി. ഈ കുട്ടി സാക്ഷാൽ മന്മഥനാണ് എന്നറിഞ്ഞപ്പോ വളരെ സന്തോഷായി. അങ്ങനെ ആ ഉണ്ണിയെ സ്നേഹത്തോടുകൂടി വളർത്തുകയാണ്. നാതി ദീർഘേണ കാലേന സ കാർഷ്ണീരൂഢയൗവന ജനയാമാസ നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം. പെട്ടെന്ന് വളർന്നു ആ പ്രദ്യുമ്നൻ. അങ്ങനെ അല്പകാലത്തിനുള്ളിൽ തന്നെ യൗവനാവസ്ഥ പ്രാപിച്ചു. അങ്ങനെ ആ പ്രദ്യുമ്നനോ സൗന്ദര്യം, ശ്രീകൃഷ്ണന്റെ പുത്രൻ തന്റെ സൗന്ദര്യാതിശയത്താൽ തന്നെ നോക്കുന്ന സ്ത്രീകൾക്കെല്ലാം മോഹം ജനിപ്പിച്ചു. അത്ര സൗന്ദര്യം, നോക്കി ഇങ്ങനെ നിൽക്കാൻ തോന്നും. സാതം പതിം പത്മദളായ ദക്ഷണം പ്രലംബബാഹും നരലോകസുന്ദരം സവ്രീഡഹാസോത്തഭിതഭ്രുവേക്ഷതി പ്രീത്യോപതസ്ഥേരതിരംഗ സൗരതൈ. താമരദളം പോലെ വികസിച്ച നേത്രങ്ങളോടും ആ മുട്ടുവരെ അങ്ങനെ നീണ്ടു കിടക്കുന്ന നീണ്ട കൈകളോടും പരമസൗന്ദര്യത്തോടും കൂടിയ ആ യൗവനയുക്തനായ തന്റെ ഭർത്താവിനെ അനുരാഗ സൂചകങ്ങളായ ഭാവങ്ങൾ പ്രകാശിപ്പിക്കാൻ തക്ക രീതിയിൽ അങ്ങനെ കടാക്ഷിച്ചുകൊണ്ട് ആ രതീദേവി വളരെ പ്രണയത്തോടെ അടുത്തു ചെന്ന് നിന്നു. താമാഹ ഭഗവാൻ കാർഷ്ണി മാതസ്തേ മതിരന്യഥാ മാതൃഭാവമതിക്രമ്യ വർത്തസേ കാമിനീയഥ. ആ ഭഗവാന്റെ അംശത്തിൽ നിന്ന് ജാതനായതുകൊണ്ട് ഭഗവാൻ എന്നുള്ള പേരിന് യോഗ്യനായ ആ കൃഷ്ണപുത്രനായ പ്രദ്യുമ്നൻ ഇതെന്താ അമ്മയല്ലേ മായാദേവി. അനുരാഗത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് സമീപത്ത് വന്ന് നിൽക്കുന്ന ആ രതിയെ കണ്ടപ്പോ വളരെ അത്ഭുതമായി. ചോദിച്ചു, എന്താ അമ്മേ, ഹേ മാതാവേ, അമ്മയുടെ ബുദ്ധി ഇങ്ങനെ ഈ മാതൃനിലയെ അതിക്രമിച്ച് ഇങ്ങനെ കാമിനിയെ പോലെ എന്നോട് പെരുമാറുന്നത് എന്താ അമ്മേ എന്ന് ചോദിച്ചു. ഇപ്പൊ രതി മറുപടി പറയാണ്. രതിരുവാച ഭവാൻ നാരായണ സുത ശംബരേണ ഹൃതോ ഗൃഹാൽ അഹം തേ അധികൃതാ പത്നി രതി കാമോ ഭവാൻ പ്രഭു. ഹേ പ്രഭു, അങ്ങ് സാക്ഷാൽ ശ്രീനാരായണന്റെ പുത്രനായ അവതരിച്ച കാമദേവനാണ്. നാരദ മഹർഷി എല്ലാം എന്നോട് പറഞ്ഞു. ശംബരൻ എന്ന അസുരൻ അങ്ങയെ ഗൃഹത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ അങ്ങയുടെ അധികാരപ്പെട്ട ഭാര്യയല്ലേ, അങ്ങയുടെ അധികാരപ്പെട്ട ഭാര്യയായ രതിയാണ്.
ഏഷത്വാ നിർദ്ദശം സിന്ധൗ അക്ഷിപൻ ശംബരോസുര മത്സ്യോഗ്രസീത്തദുദരാദിഹ പ്രാപ്തോ ഭവാൻ പ്രഭു. ഈ ശംബരാസുരൻ 10 ദിവസം പോലും തികയാത്ത ശിശുവായിട്ട് കിടക്കുന്ന അങ്ങയെ അപഹരിച്ച് സമുദ്രത്തിൽ എറിഞ്ഞതാണ്. അപ്പോ ഒരു മത്സ്യം വിഴുങ്ങി, ഹേ പ്രഭു, ആ മത്സ്യം ആ മുക്കുവൻ ഇവിടെ കൊണ്ടുവന്നു തന്നു. അങ്ങനെ ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്നാണ് ഭവാനെ ഇവിടെ കിട്ടിയത്. അതുകൊണ്ടാണ് അങ്ങ് ഇവിടെ വളരാൻ സംഗതിയായത് എന്ന് പറഞ്ഞു രതീദേവി. തമിമം ജഹി ദുർധർഷം ദുർജയം ശത്രുമാത്മന മായാശതവിധം ത്വം ച മായാഭിർമോഹനാദിഭി. ഈ ശംബരാസുരനെ എതിർത്ത് തോൽപ്പിക്കാൻ വളരെ പ്രയാസമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബഹുവിധ മായാപ്രയോഗങ്ങൾ ഇവനറിയാം. മായാവിദ്യയിലെ സമർത്ഥനാണ്. അപ്പോ ശത്രുവായിരിക്കുന്ന ഇവനെ മോഹനാദികളായ മായാപ്രയോഗങ്ങൾ കൊണ്ട് അങ്ങ് സംഹരിക്കണം. പരിശോചതി തേ മാതാ കുരരീവ ഗതപ്രജ പുത്രസ്നേഹാകുലാദീന വിവത്സ ഗൗരിവാകുല. കുഞ്ഞു പോയ കുരരപ്പക്ഷി എന്ന പോലെയും കിടാവിനെ പിരിഞ്ഞ പശുവിനെ പോലെയും പുത്രസ്നേഹ നിമിത്തം ക്ലേശിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ അമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കണം. പ്രഭാഷ്യൈവം ദദൗ വിദ്യാം പ്രദ്യുമ്നായ മഹാത്മനെ മായാവതീ മഹാമായാം സർവമായാവിനാശിനിം. അങ്ങനെ മായാവതി സ്നേഹപൂർവം സംസാരിച്ചു പ്രദ്യുമ്നോട്. കേട്ടോ, മായാവിദ്യകൾ പ്രയോഗിക്കുന്നതിൽ അതിസമർത്ഥയാണ്. അതുകൊണ്ടാണല്ലോ മായാവതി എന്നുള്ള പേരെന്നെ. സകല മായാപ്രയോഗത്തെയും നശിപ്പിക്കാൻ സാമർഥ്യത്തോടു കൂടിയ മഹാമായാവിദ്യയെ മഹാത്മാവായ പ്രദ്യുമ്നന് പഠിപ്പിച്ചു കൊടുത്തു മായാവതി. സശംബരമഭ്യേത്യ സംയുഗായ സമാഹ്വയൽ അവിഷഹ്യൈസ്തമാക്ഷേപൈ ക്ഷിപൻ സഞ്ജനയൻ കലിം. അങ്ങനെ പ്രദ്യുമ്നൻ ഒട്ടനെ തന്നെ ശംബരന്റെ നേർക്ക് ചെന്നു. സഹിക്കാൻ പറ്റാത്ത നിന്ദാവാക്കുകൾ പറഞ്ഞ ശംബരനെ അങ്ങോട്ട് അനേകം നിന്ദാവാക്കുകൾ പറഞ്ഞ് ദ്വേഷം ജനിപ്പിച്ചു. അതൊക്കെ അങ്ങോട്ട് കേട്ടില്ലേ ശംബരന് സഹിക്കാൻ വയ്യാതെ പ്രദ്യുമ്നനോട് യുദ്ധത്തിനായിട്ട് അങ്ങോട്ട് വന്നു. അതന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടത്. അങ്ങനെ ആ നിന്ദാവാക്കുകളാൽ അധിക്ഷേപിക്കപ്പെട്ട ശംബരൻ കാലുകൊണ്ട് ചവിട്ടിയ പാമ്പ് എന്ന പോലെ ആ ക്രോധം അങ്ങോട്ട് വന്ന് കണ്ണുകളെ ചുവന്ന് ഗദയും കയ്യിലെടുത്ത് അങ്ങോട്ട് പുറപ്പെട്ടു പ്രദ്യുമ്നന്റെ നേർക്ക്. ഗദാമാവിദ്യതരസ പ്രദ്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ വനദൽ നാദം വജ്രനിഷ്പേഷ നിഷ്ഠുരം. അങ്ങനെ ഗദയും വീശിക്കൊണ്ട് പുറത്തു വന്ന ഉടനെ ചാഞ്ചല്യമില്ലാതെ നിൽക്കുന്ന പ്രദ്യുമ്നന്റെ നേർക്ക് ഗദ കൊണ്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് വന്നു. വജ്ര നിർഘോഷം പോലെ ഗംഭീരമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അതിഭയങ്കരനാണ് ശംബരാസുരൻ. പ്രദ്യുമ്നന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഒരലർച്ച ഗദയും ചുഴറ്റിക്കൊണ്ട്. താം ആപതന്തീം ഭഗവാൻ പ്രദ്യുമ്നോ ഗദയാഗദാം അപാസ്യ ശത്രവേ ക്രുദ്ധ പ്രാഹിണോൽ സ്വഗതം നൃപ. പ്രദ്യുമ്നനുണ്ടോ കൂസല്? അല്ലയോ രാജാവേ, ഭഗവത് അംശജാതനായ പ്രദ്യുമ്നൻ തന്റെ നേരിട്ട് വരുന്ന ഗദയെ ഗദ കൊണ്ട് തന്നെ തടുത്തു. എന്നിട്ടോ ക്രോധത്തോടുകൂടി ശത്രുവിന്റെ നേർക്ക് തന്റെ ഗദ അങ്ങോട്ട് പ്രയോഗിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.